ഉരുളക്കിഴങ്ങാണ് ആദ്യം എടുത്തേക്കുന്നത്. ഇതൊരു വലിയൊരു ഉരുളക്കിഴങ്ങുണ്ട്. ഇതിനകത്തേക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിവിടെ വെന്ത് വരുമ്പോഴത്തേക്ക് കോളിഫ്ലവറൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ കുറച്ച് വലുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കോളിഫ്ലവർ വാട്ടിയെടുത്തിട്ട് കറി വെക്കുന്നതാണ് തന്നെയാണ് നല്ലത്. കോളിഫ്ലവർ നമ്മൾ കറി വെക്കുമ്പോഴത്തേക്ക് ഒട്ടും എണ്ണ കോളിഫ്ലവർ വലിച്ചെടുക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. ഉള്ളി ഒന്ന് പകുതി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക്. ഇനി എല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇല്ലെങ്കിൽ അതിന് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കണമെന്ന് നല്ലത്. ഇനി തക്കാളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തക്കാളി പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടും. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് വെള്ളം ഉണ്ടായിരുന്നു, അത് മതിയായിരുന്നു. പാകത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി ആ മസാല കോളിഫ്ലവറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി. ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ചേർത്തുകൊണ്ട് അധിക സമയം വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഒരുപാട് മീൻ കറിയുടെയും ചിക്കൻ കറിയുടെയും അപ്പത്തിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.